മാർച്ച് 8, 2024 ഞാൻ നമ്മളെ ഫെസിലിറ്റീൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിക്കാം. ഇവിടേക്കാണ് നമുക്ക് വോളണ്ടിയേഴ്സിൻ്റെ കുറേ സഹായങ്ങൾ വേണ്ട മേഖലകൾ. മാക്സിമം ആൾക്കാർ വരിക. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഡോഗ്സിന് കേജിലിടാവൂ, ലീഷ് ചെയ്യാവൂ, കൂട്ടിലിടാവോ എന്നൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങൾ. ഞാൻ വേറെ ഡോഗ്സിനെ ഒന്നും മീറ്റ് ചെയ്യിപ്പിക്കാറൊന്നുമില്ല. അവർ കടിയൊന്നും കൂടാറില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഡോഗ്സിനെ കാണിക്കാത്തതുകൊണ്ടാണ്. കൂട്ടിലിടാനെന്നാണ് പറയുന്നത്, പക്ഷേ വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ മണ്ണോ പറമ്പോ തോടോ പുഴയോ കടലോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ലീഷിലിടില്ല എന്നാണ് പറയുന്നത്, പക്ഷേ വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ലീഷ് ഇടുന്നില്ലെന്നല്ലോ. ലീഷ് ഇട്ടിരുന്നെങ്കിൽ അവ എവിടെയെങ്കിലുമൊക്കെ പോയേനെ. അതുകൊണ്ട് ഈ നമ്മളെ ഫെസിലിറ്റിയിൽ കേജുണ്ട്. കണ്ടോ, കേജ് ഇതായിരിക്കുന്ന അടുത്ത കേജുണ്ട്. ഓക്കെ, കേജിലെങ്കിലും കിടക്കാനായിട്ട് ഇവിടം വരെ വരിക, ലീഷിലിട്ട് നടക്കാനെങ്കിലും ഇവിടം വരെ വരിക. ഇവിടെ വരുമ്പോഴത്തേക്കാണ് പലരും മണ്ണും മണവും ചെടിയൊക്കെ കാണുന്നത് തന്നെ, ടൈൽസിനകത്തും ഫ്ലാറ്റിനകത്തും ജീവിച്ചിട്ട്. അപ്പം പലർക്കും അവർ കെയർ ചെയ്യുന്നു വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് മണ്ടത്തനങ്ങൾ. ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് ഫുഡ് ഉണ്ടാക്കുക, ഉള്ളി ഇട്ട് ഫുഡ് ഉണ്ടാക്കുക, ഉപ്പിട്ട് ഫുഡ് ഉണ്ടാക്കുക. മഞ്ഞൾ മാത്രം ഇട്ടാൽ മതി. വേണമെങ്കിൽ ഇപ്പോൾ ഇഞ്ചി നല്ല സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ വേണം വെച്ച് കൊടുക്കാൻ. ഡ്രൈ ഫുഡായിട്ട് കൊടുക്കാനേ പാടില്ല. പിന്നെ കുളിപ്പിക്കുക എന്നും പറഞ്ഞ് എല്ലാ 2 ദിവസം കൂടുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്കിന്നിന് പ്രശ്നമാകുന്നതിന് കാരണം എന്തെന്ന് മനസ്സിലാവാതിരിക്കുക. ഡെറ്റോൾ ഉപയോഗിക്കുക ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും, ലൈസോൾ ഉപയോഗിക്കുക വീട്ടിനകത്തൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പൊന്നുപോലെയാണ് നോക്കുന്നത്. അഡോപ്ഷന് റെഡിയാണ്. നമ്മളിങ്ങനെയൊക്കെ നോക്കിയ ഡോഗാണ് അഡോപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഇതും കൂടെ കേൾക്കുമ്പോൾ തകരും. എൻ്റെ പൊന്നെ. ശരി, അപ്പോൾ എത്രത്തോളം ലാബ്ഡോർ എന്നറിയാവോ ഇപ്പോൾ അഡോപ്ഷൻ വരുന്ന? കാരണം ആർക്കും അറിയത്തില്ല. കുഞ്ഞ് പപ്പി ആയിരിക്കും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ എന്തുമാത്രം ഫുഡ് കഴിക്കും, അത് ഇങ്ങനെ എന്തുമാത്രം സ്ഥലം വേണം, അപ്പിയിടും, ഇതൊക്കെ ആര് വാരും, ഇതിന് മീറ്റ് ആര് വാങ്ങിക്കും, ഇതാര് ക്ലീൻ ചെയ്യും, കൊണ്ടുപോയി കഴുകും, ഇതേപോലത്തെ കാര്യങ്ങൾ വേറെ. ഇതാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. അയ്യോ, എൻ്റെ കാലിടിച്ച്. അത് ബാത്റൂം വയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ജഗൂസിയൊക്കെ വയ്ക്കാം. ഇതാണ് ഡോഗിനെ കുളിപ്പിക്കാനുള്ള സെറ്റപ്പ്. നിങ്ങൾക്കും കുളിക്കാം, ഡോഗുമായിട്ട് വരാം, ഇവിടെ ചില്ല് ചെയ്യാം. നിങ്ങൾക്ക് താഴത്തെ കാണിച്ച് റൂമിൽ താമസിക്കാം, ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് താമസിക്കാം. പിന്നെ DIY ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് സഹായിക്കാം, കൺസ്ട്രക്റ്റീവായിട്ട്. ഓക്കെ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നടാം, മരങ്ങൾ നടാം. നിങ്ങൾക്ക് മരങ്ങൾ നടണമെങ്കിൽ വാങ്ങിക്കാം, ഓർഡർ തന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തു തരും. ബയോഗ്യാസ് വയ്ക്കാം, സോളാർ പാനൽ വയ്ക്കാം, വെർമി കമ്പോസ്റ്റ് വയ്ക്കാം. ഇതേപോലെ സ്പ്രിങ്ക്ലേഴ്സ് സ്ഥാപിക്കാം നിങ്ങളുടെ പറമ്പിൽ. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓലപ്പുരയാണ്. അതിൻ്റെ ഇത്രയായപ്പോഴത്തേക്കും ഓല തീർന്നുപോയി. ഇനി ഓല വേറെ എവിടെയെങ്കിലും പറമ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് മെടയാണ്. എവിടെ ഇട്ട് നമ്മൾ മെടഞ്ഞതാണ് ഇതെല്ലാം. നോക്ക് നൈസല്ലേ. നമുക്കിവിടെ സപ്പോർട്ടുണ്ട്, ഫ്രണ്ടിൽ മാവുണ്ട്. നമ്മൾ ഇനി അതേപോലെ ഇവിടെ ഒരു ഹട്ട് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യും. ഈ ഭാഗത്ത് നൈസ് വ്യൂ ആണ്. ഇവിടെ നൈസ് വ്യൂ, നല്ല രസമാണ് ഇവിടെ. ഇങ്ങനെ കാണുമ്പോഴല്ലേ, ഇവിടെ ഇഷ്ടംപോലെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡോഗിനിങ്ങനെ വിട്ടേക്കുക. ഒരു 2-3 ദിവസത്തേക്കെങ്കിലും നമ്മളെ കൂടെ വിടുക. അപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകുമ്പോഴത്തേക്കും ധൈര്യമായിട്ട് പോവാം. എത്ര ദിവസത്തേക്കാണെങ്കിലും പോവാം. പേടിച്ച് നിൽക്കണ്ട. ഇതൊക്കെ പ്ലാസ്റ്റിക് ഇപ്പ് കിടക്കുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ എന്നെ സഹായിക്കുക. ഇവിടെ വരിക, ഡോഗിനെ കളിപ്പിക്കുക, ഡോഗിനെ കുളിപ്പിക്കുക. അപ്പോൾ ഡോഗ് ഫ്രണ്ട്ലി റിസോർട്ട് ഫാം ഫെസിലിറ്റിയാണ്. എന്തെങ്കിലും ഈവൻറ്റ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ബർത്ത്ഡേ പരിപാടി, ഗെറ്റ് ടുഗദേഴ്സ്, അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം. ഒരു മ്യൂസിക്, ചെറിയ കൺസേർട്ട്, ഒരു ബർത്ത്ഡേ, ഒരു പ്രൈവറ്റായിട്ട് കുറച്ച് 50 പേര് കൂടുന്ന പരിപാടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ ചെയ്യാം. സൂപ്പറായിട്ട് ചെയ്യാം. ഇവിടെ മൊത്തം രാത്രി ഇലുമിനേറ്റിങ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി പരിപാടിയാക്കി ചെയ്യാം. അപ്പം കണ്ടോ, ഈ ചവറൊക്കെ കണ്ടോ, ഇതൊക്കെ ഒന്ന് വരാനായിട്ട് സഹായിക്കുക. ഇവിടേക്ക് എന്തെങ്കിലും ചെടികളൊക്കെ നടാനായിട്ട് സഹായിക്കുക. നല്ല സമ്മറാണ്, നല്ല പണി ആവശ്യമുണ്ട്. ലേബർ ഫോഴ്സ് അത്രമാത്രം വേണം നമുക്ക്. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം ഡോഗിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പോൾ ഡോഗ് വാങ്ങിക്കുമ്പോഴത്തേക്കും അധികം മെയിൻ്റനൻസ് ഇല്ലാത്ത ഡോഗൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ബ്രീഡ് ചെയ്ത് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഡോഗിനെ വീണ്ടും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കഴിയുന്ന ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാഷക്കുട്ടി അഡോപ്റ്റായി പോയി കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുക. സാഷ അഡോപ്റ്റായി. എടാ കേട്ടോ,
കേട്ടോ മാർക്കോ, സാഷ പോയി, സാഷ അഡോപ്റ്റായി, സാഷ വെൻ ടു എ ഗുഡ് ഹോം. അപ്പം ഇനി ഇവിടെയൊക്കെയാണ് നാളത്തെ പരിപാടി. ഞാൻ തന്നെ ഇതിന് കൂട്ടിയേ പറ്റൂ. ഞാനും ഡാനിയുണ്ട്. ഡാനിയാണ് നമ്മളുടെ പുളി വർക്കർ. നമ്മൾ ജില്ലിന്ന് നിൽക്കുന്ന എൻ്റെ തുത്തുരുവാണ്. മറ്റേ ആംഗ്രി ബേർഡ്സാണ് സീൻ. നമ്മൾ ഞാനും ഒരു ആംഗ്രി ബേർഡ്, അവനും ഒരു ആംഗ്രി ബേർഡ്, അങ്ങനെ നമ്മൾ രണ്ടുപേരും ആംഗ്രി ബേർഡായിട്ട് നമുക്ക് ഇതില്ല. ആര് മുതലാളി ഇല്ലാതെ തൊഴിലാളിയായിട്ട് തന്നെ നിന്നാലേ നടക്കത്തുള്ളൂ. നമ്മൾ പണിയെടുത്ത് നിന്നാലേ ഇവിടുത്തെ പരിപാടി നടക്കത്തുള്ളൂ. ഇതാണ് നമ്മളെ ടാങ്ക്. ഡോഗിനെ കുളിപ്പിക്കാൻ കുറച്ച് വെള്ളമേ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഡോഗിന് ഞാൻ ഇതിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ബാത്താണ്. പക്ഷേ ഈ സമയത്ത് സമ്മറായതുകൊണ്ട് വെള്ളം കാണത്തില്ല, അപ്പം നടക്കത്തില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് സൈക്കിളൊക്കെ എടുത്ത് ഇവിടുന്ന് വില്ലേജ് ട്രെക്കിന് സൈക്ലിങ്ങിനൊക്കെ പോവാം. അല്ലാണ്ട് ഈ ഭാഗം ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. നല്ല രസമുള്ള വില്ലേജാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാം, അവരുടെ വർക്ക് കാണാം, റബ്ബർ വെട്ടുന്നത് കാണാം, ടാപ്പിംഗ് കാണാം, അല്ലാണ്ട് പല കൃഷി പരിപാടികൾ കാണാം. വാഴ നടുന്നതാണെങ്കിലും ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ചുറ്റുവട്ടത്തായിട്ട്. അതാ നിൽക്കുന്ന മൈലാഞ്ചിയാണ്. നിങ്ങൾക്ക് മൈലാഞ്ചിയൊക്കെ പറിച്ച് മൈലാഞ്ചിയൊക്കെ തേച്ച് എണ്ണയൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് താളിയായിട്ട് കുളിച്ച് അങ്ങനെ ഒരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് പോവാം. കിണർ കാണിച്ചു തരാമേ. കിണർ കാണിച്ചു തന്നില്ലല്ലോ. ദിസ് ഈസ് അവർ കിണർ. വെള്ളം ഇതാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്. നമ്മൾ പമ്പ് സെറ്റപ്പ്. ഇവിടുത്തെ വോൾട്ടേജ് കാണിച്ചു തരാം. വോൾട്ടേജ് സീനാണ്. ഞാൻ എൻ്റെ പെറ്റീഷൻ ചെയ്ത ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാം. ഞാനും അച്ഛനും കൂടെ പെറ്റീഷൻ എഴുതാൻ വേണ്ടി പോയത്. ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. എവിടെയാടേ? ഇന്നിപ്പോൾ ഇത് 220 കാണിക്കുന്നു, 219 കാണിക്കുന്നു. സ്കേറ്റ് ബോർഡൊക്കെ തിരിപ്പുണ്ട്, സ്കിം ബോർഡ് ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് കോവളത്തോട്ട് പോകാം സ്കിം ചെയ്ത്. അല്ല, സ്കിം ചെയ്യാനായി. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമുക്ക് പല പരിപാടികളും ഓൺ ദ വേയിൽ നമുക്ക് ചെയ്യാം. പലതും കണ്ടായിരിക്കും നമ്മൾ കോവളത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ വരിക, ഒരു കൊലയൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇതാ അവിടെ ചക്ക നിൽക്കുന്നുണ്ടോ? അവിടെ ചക്ക എവിടെ പോയി? ചക്കയെ കാണാനില്ലടേ, ക്യാമറയെ കാണാനില്ല. ആ ചക്ക നിൽക്കുന്നത്. ചക്കയും കൊണ്ട് വീട്ടിൽ പോവുക. വീട്ടുകാർക്കൊരു സന്തോഷം. ഓക്കെ, നമുക്കൊരു സന്തോഷം. അമ്പഴങ്ങ നിൽക്കുന്നുണ്ടോ? അച്ചാറൊക്കെ ഇത് പൊളിയാണെന്നറിയാവോ? അവിടെ വരെ പോകാൻ വയ്യ, സൂം ചെയ്ത് കാണിക്കാം. അതിനാണ് ഞാൻ ഈ ക്യാമറ വാങ്ങിച്ചത്. പൊളി, ഒരു രക്ഷയില്ല. അമ്പഴങ്ങ മേടിക്കാം. ശരി, പിന്നെ വേറെ വീഡിയോ കാണാം. ബൈ.